അയ്യ വണക്കം. അങ്ങനെ അടുപ്പുകൂട്ടി ചർച്ചയുടെ 5ാമത്തെ വർഷമാണിത്. ഇതെല്ലാം അവിടെയുള്ള മാപ്രകൾ അഥവാ മാധ്യമപ്രവർത്തകർ അടുപ്പുകൂട്ടിയിൽ നിന്ന് ഗംഭീരമായിട്ട് ആഘോഷിക്കുകയാണ്. ഇങ്ങനെ അടുപ്പുകൂട്ടിയിൽ നിന്ന് ഗംഭീരമായിട്ട് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഈ അടുപ്പുകൂട്ട് ചർച്ചക്കാരുടെ നെഞ്ചിൽ ഇടുത്തിപ്പോഴേ ഡൽഹി ബ്ലാസ്റ്റ് വരുന്നത്. ഡൽഹി ബ്ലാസ്റ്റ് വരുമ്പോൾ ആരാണ് ഡൽഹി ബ്ലാസ്റ്റ് നടത്തിയത്? ഉമർ നബി എന്ന് പറയുന്ന വ്യക്തിയാണ് ഡൽഹി ബ്ലാസ്റ്റ് നടത്തിയത്. ആരാണ് ഉമർ നബി? ഉമർ നബി അൽ ഫല മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഡോക്ടറാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇനി ഉമർ നബിയുടെ കുടുംബം എന്താണ് പറയുന്നത്? ഇനി ഉമർ നബിയുടെ കൂട്ടാളികൾ ആരായിരുന്നു? ഈ 8 പേർ അറസ്റ്റ് ചെയ്തത് ആരായിരുന്നു? ഡോക്ടർ ഷഹീന അല്ലെങ്കിൽ ഷാഹിദ എന്ന് പറയുന്ന ഈ വ്യക്തിക്കും ജെയ്ഷെ മുഹമ്മദിനുമായി എന്താണ് ബന്ധം? ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾക്കും അടുപ്പുകൂട്ട് ചർച്ചക്കാർക്ക് ന്യായീകരണം കണ്ടുപിടിക്കേണ്ട വലിയൊരു ബാധ്യതയാണ് അവരുടെ നെഞ്ചിലേക്ക് വന്ന് വീഴുന്നത്. കാരണം സ്വസ്ഥമായിട്ടൊന്ന് ആഘോഷിക്കാനും സമ്മതിക്കില്ല. ഇടയിൽ നമ്മളിതൊന്ന് ആഘോഷിച്ച് കഴിഞ്ഞിട്ട് നീയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പൊട്ടിര് എന്നുള്ളൊരു രീതിയിലായിരിക്കാം ചിലപ്പം ഇവർ വിചാരിച്ചിരുന്നത്. കാരണം ഇവരെല്ലാ ഭീകരവാദികളെയും ന്യായീകരിക്കുന്നൊരു ടീമാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. എന്തായാലും അടുപ്പുകൂട്ടി ചർച്ചക്കാരുടെ മുഖം വിഷാദം കൊണ്ട് നിറഞ്ഞു. എങ്ങനെ ഇതിനെ ന്യായീകരിക്കും എന്നുള്ളതിന് ഇവർക്ക് ഒരു എത്തും പിടിയും കിട്ടാത്തൊരവസ്ഥയായി. എക്കും പൊക്കും അറിഞ്ഞുകൂടാതെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം കൂടെ നെഞ്ചത്ത് കയറി ഇരുന്ന് പൊങ്കാലയിടും എന്ന് ഇവർക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ഇതൊരു സുരക്ഷാ വീഴ്ചയാണ് എന്നൊരു ലൈനി നമുക്ക് പിടിക്കാം. എന്നുള്ളൊരു ലൈനി പിടിക്കാനായിട്ട് നമ്മുടെ സുജിംസും തൊട്ടടുത്തിരിക്കുന്ന നിഷാദ് റാവുത്തറും കൂടെ അങ്ങനെ ശ്രമിക്കുന്നു. പോരാത്തതിന് എനിക്ക് ഇതിനകത്ത് തിരിക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് വെളുക്കൂല, അതുകൊണ്ട് ഞാൻ പോണേണ് എന്ന് പറഞ്ഞ് ദാവൂദ് ഏട്ടൻ എന്ത് ചെയ്തു? നൈസായിട്ട് പിൻവാങ്ങുന്നു. ദാവൂദ് ഏട്ടൻ അതിനകത്തില്ല. ദാവൂദ് ഏട്ടൻ കഴിഞ്ഞ ദിവസം ഇരുന്ന് ചർച്ചയിൽ തള്ളുന്നത് കണ്ട്, അതായത് ഞാൻ വലിയൊരു മാധ്യമപ്രവർത്തകനായിരുന്നു, 15 കൊല്ലം ഞാൻ സുനത്തി മാധ്യമപ്രവർത്തകൻ എന്നൊക്കെ ഇരുന്ന് തള്ളുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നവൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ആമീറാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഫ്രീക്ക് പേരാണ് എനിക്കറിയില്ല, മാധ്യമപ്രവർത്തകൻ ആമീറായിട്ടുള്ള ആൾക്കാർക്കൊക്കെ മാധ്യമപ്രവർത്തകൻ എന്നുള്ള ഫ്രീക്ക് പേരാണെന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും ഈ ആമീറായിട്ടുള്ള ദാവൂദ് ഞാൻ ഇരുന്ന വെളുക്കൂല, അതുകൊണ്ട് ഞാൻ ഇരിക്കുന്നില്ല, നിങ്ങളിരുന്ന് വെളുപ്പിരി എന്ന് പറഞ്ഞ് പോകുന്നൊരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. നല്ല രസമാണ് ആ ചർച്ച. ഈ അടുപ്പുകൂട്ട് ചർച്ച കണ്ടു നോക്കണം. നമുക്കിതൊക്കെ ഒരു നല്ല രസമുള്ളൊരു എൻ്റർടൈൻമെൻറ്റാണ്, അതുകൊണ്ട് ഞാനത് കണ്ടു, രസകരമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രധാനമന്ത്രി ഭൂട്ടാനിൽ പോയിരിക്കുകയാണല്ലോ, പിന്നെ രാഹുൽ ഗാന്ധി മസ്കറ്റിലാണ്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 50-50 അത് പിടിക്കണ്ട. എങ്കിലും അതിലൊരു കാര്യമുണ്ട്. ഏതാണ്? ഈ പ്രധാനമന്ത്രി ഭൂട്ടാനിലാണെങ്കിലും ഈ പ്രധാനമന്ത്രി അതൊക്കെ നിർത്തിവെച്ചിട്ട് തിരിച്ചു വരേണ്ടതാണ്, കാരണം അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. പിന്നെ രാഹുൽ ഗാന്ധി ഒരു ഗുണവും മണവും ഇല്ല, അതുകൊണ്ട് എവിടെ പോട്ടെ എന്നുള്ള രീതിയിലാണ് ഇവരിയ്ക്കുന്നത്. എങ്കിലും ഇവർ പറയുന്നത്, ഈ മുംബൈ ഭീകരാക്രമണം നടന്നപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? മുംബൈ ഭീകരാക്രമണം നടന്നപ്പോൾ അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നമ്മുടെ നരേന്ദ്രമോദി താജ് ഹോട്ടലിൻ്റെ മുന്നിലെത്തി പത്രസമ്മേളനം നടത്തിയെന്നാണ്. പോരാത്തതിന് ഇതൊരു വലിയ സുരക്ഷാ വീഴ്ചയാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു. ഈ സുരക്ഷാ വീഴ്ചയാണെന്ന് പറയുന്ന അങ്ങനെ ഒരു കൾച്ചർ മോദിയാണ് തുടങ്ങി വെച്ചത്. അതായത് പക്ഷേ ഇവരിപ്പോൾ പറയുന്നത് എന്താണ്? ഇവരിപ്പോൾ പറയുന്നത്, ഇത്തരത്തിലുള്ള ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കണം മക്കളെ എന്നാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. പക്ഷേ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന, ഇപ്പോൾ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി മുംബൈ ഭീകരാക്രമണം നടന്നപ്പോൾ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചൊരു വ്യക്തിയാണ് എന്ന് നമ്മൾ മറന്നു പോകരുത് നിഷാദേ എന്നാണ് അജിംസ് അതിനകത്ത് നിന്ന് തള്ളുന്നത്. അതിലൊരു കാര്യമുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ യവന്മാർ എത്ര കൊല്ലം മാധ്യമപ്രവർത്തന സ്വനത്തി എന്നാണ് പറയുക? 15 കൊല്ലം അതിന് കാണാനുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് ഈ സംഭവം നടക്കുമ്പോൾ, അതായത് ഈ താജ് ഹോട്ടൽ ആക്രമണം നടക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് ഇന്നത്തെ ജെൻസി പിള്ളേർക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞുതരാം. അന്ന് ഈ ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിലുള്ള നമ്മുടെ സർക്കാരിന് മനസ്സിലാവുന്നില്ല ഇത് ഭീകരാക്രമണമാണെന്ന്. നമ്മുടെ സർക്കാരിന് എങ്ങനെ മനസ്സിലാവുന്നില്ല ഇത് ഭീകരാക്രമണമാണെന്ന്. ഇനി ഡൽഹി ബ്ലാസ്റ്റിലോട്ട് നമ്മൾ വന്നാൽ എന്താണ്? ഈ ഡൽഹി ബ്ലാസ്റ്റ് ഉണ്ടാവുന്നതിന് മുമ്പേ 9 ഡോക്ടർമാർ, അതിൽ ഹിജാബിട്ട ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യുന്നു. ഷഹീന എന്നാണ് ആ സ്ത്രീയുടെ പേര്, അത് ഷാഹിദ് അങ്ങനെ എന്തോണ് ആ സ്ത്രീയുടെ പേര്. ഒരു ഡോക്ടറാണ് ഹിജാബിട്ട സ്ത്രീ, ഒരു ഡോക്ടറാണ്. വൈറ്റ് കോളർ ടെററിസം. ഈ ഹിജാബിട്ട സ്ത്രീ ഇതിനകത്ത് നമ്മുടെ നാട്ടുകാരെല്ലാം കൊല്ലാൻ നടക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഈ സ്ത്രീ അറസ്റ്റ് ചെയ്യുന്നത് ഈ സ്ത്രീയുടെ കൈവശം നിന്നും പല ഇത്തരത്തിലുള്ള കാര്യങ്ങളും കണ്ടെടുക്കുന്നു, ഭീകരവാദത്തിന്. പോലെ തന്നെ ഇവർ ജെയ്ഷെ മുഹമ്മദിൻ്റെ വനിതാ വിഭാഗത്തിൻ്റെ തലൈവിയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. എങ്ങനെയാണ്? തലൈവിയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. ഇതെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞ് നമ്മൾ ഈ ബ്ലാസ്റ്റ് തടുക്കാനുള്ള അവസാനത്തെ ഘട്ടത്തിലെത്തിയപ്പോഴാണ് ഇവന്മാർക്ക് ബോംബ് പോലും നിർമ്മിക്കാൻ പറ്റില്ല. ഇവന്മാരുടെ കയ്യിലിരിക്കുന്ന അമോണിയം നൈട്രേറ്റ് വെച്ച് ഇവർക്ക് ബോംബ് നിർമ്മിക്കാൻ പറ്റില്ല. ഇപ്പോൾ അവസാനമായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് എന്താണ് ഇവർ പറയുന്നത്? ഈ ബോംബ് നിർമ്മിക്കാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ പൊട്ടുന്നത് കിടന്ന് പൊട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? യവൻ പോണ പോക്കിൽ പാനിക്കായിട്ട് ഇതെല്ലാം കൂടെ അങ്ങ് പൊട്ടിത്തെറിപ്പിച്ചതാണ് എന്നാണ് പറയുന്നത് ഉമർ നബി എന്ന് പറയുന്നവൻ. അപ്പോൾ അങ്ങനെയാണ് ഇത് പൊട്ടിച്ചത്. അതുകൊണ്ട് അവിടെ ഒരു വലിയ
ഗർത്തമുണ്ടായാലും ഇന്നലെ മാധ്യമങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞതാണ്, ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് നാഷണൽ മീഡിയാസ് കണ്ടിട്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം പറയുന്നു അവിടെ ഒരു വലിയ സ്ഫോടനം ഉണ്ടാകത്തിൻ്റെ കാരണം, അതായത് ഈ അമോണിയം നൈട്രേറ്റ് ഒക്കെ വെച്ച് സ്ഫോടനം നടത്തിക്കഴിഞ്ഞാൽ ഡൽഹി എന്ന് പറയുന്ന നഗരമേ ഉണ്ടാവില്ല. ഹിരോഷിമ നാഗസാക്കിയിൽ ബോംബിട്ടതുപോലെ വലിയ ഗർത്തം മാത്രമായിരിക്കും പിന്നീട്. പക്ഷേ അത് നടന്നില്ല. ആ ഒരു പദ്ധതി പൊളിച്ചു. അതായത് നമ്മുടെ പോലീസ് ഇത് നേരത്തെ കണ്ടെത്തി, നമ്മുടെ ഇൻ്റലിജൻസ് വിഭാഗം ഇത് നേരത്തെ കണ്ടെത്തി ഇത്ര വലിയൊരു ഭീകരാക്രമണം പൊളിച്ചു. പക്ഷേ അത് നിർഭാഗ്യവശാൽ പൊട്ടി. അതെന്തുകൊണ്ട് പൊട്ടി? കാരണം ഭീകരവാദികൾ എന്ന് പറയുന്ന ഇവന്മാരെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇവന്മാർ 100 ആക്രമണം നടത്തും, അതിൽ ഒരെണ്ണം വിജയിച്ചാൽ മതി, ഇവന്മാർ കംപ്ലീറ്റ് ആയിട്ട് വിജയിക്കും. പിന്നെ ഇതുപോലുള്ള മാധ്യമപ്രവർത്തകന്മാരും വിജയിച്ച മട്ടിൽ സർക്കാർ ഇറങ്ങണം എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങും. ഇതൊന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് ഈ 100 തടുത്താൽ മാത്രമേ അവർക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഭീകരവാദികൾക്ക് 100 പൊട്ടിച്ചാൽ മതി, അവർ വിജയിക്കും. നമുക്ക് 100 പൊട്ടിക്കാതിരിക്കണം, എങ്കിലേ നമ്മൾ വിജയിക്കൂ. മനസ്സിലായില്ലേ? അപ്പോൾ അതുവരെ എത്തി. അതാണ് ഈ സർക്കാരിനൊരു കഴിവെന്ന് പറയുന്നത്. പക്ഷേ എന്താണ് മുംബൈയിൽ നടന്നത്? സർക്കാരിന് മനസ്സിലായില്ല ഭീകരാക്രമണം നടക്കുന്നുവെന്ന്. സർക്കാരിന് മനസ്സിലായില്ലെന്ന് മാത്രമല്ല, അമേരിക്കയെ വിളിച്ച് പറഞ്ഞു ഇവിടെ ഒരു ഭീകരാക്രമണം നടക്കുന്നുണ്ട്, പോയി നോക്കുന്നത്. അപ്പോഴാണ് മനസ്സിലായത് സർക്കാരിന് ഭീകരാക്രമണം ഉണ്ടെന്ന്. ഇസ്രായേൽ മുകളിൽ വന്ന് നിൽക്കുകയാണ്, എന്തോ ഈ വിമാനം കൊണ്ട് മുകളിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ഇസ്രായേൽ താഴെ നമ്മുടെ സർക്കാരിനെ വിളിച്ച് ചോദിച്ചു, ഞങ്ങൾ ഇറങ്ങട്ടെ, ഞങ്ങളുടെ കുറച്ച് ആൾക്കാർ കൂടെ അവിടെ ഉണ്ട്, ഞങ്ങൾ ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ ആൾക്കാരെ രക്ഷിക്കാമെന്ന് പറയുന്നു. അപ്പോൾ സർക്കാർ പറയുന്നത് വേണ്ട, ഇറങ്ങണ്ട, ഇത് ഞങ്ങൾ ആൾക്കാർ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് NST അങ്ങോട്ട് പോവുകയാണ്. പോകാനായിട്ട് NST ഫ്ലൈറ്റ് എടുക്കാനായിട്ട് പോയപ്പം ഫ്ലൈറ്റ് എവിടെ? ഫ്ലൈറ്റ് ഇല്ല. അങ്ങനത്തെ ഒരു സാഹചര്യം. അതായത് ഒന്നും സെറ്റ് ചെയ്ത് കൊടുത്തില്ല, ഫ്ലൈറ്റ് ഇല്ല. ഇനി ഫ്ലൈറ്റ് എടുക്കാതെ പോയിട്ട് അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ വന്നെത്തിയപ്പോൾ ഇനി താജ് ഹോട്ടലിൻ്റെ ഫ്ലോർ മാപ്പ് വേണം. ഫ്ലോർ മാപ്പ് എവിടെ? ഫ്ലോർ മാപ്പ് ഇല്ല. അപ്പോൾ ഫ്ലോർ മാപ്പ് ഇല്ലാത്തപ്പോൾ നമ്മുടെ ധീരനായിട്ടുള്ള മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു, ഞാൻ മുന്നിലേക്ക് പോകാം, എനിക്കറിയാം ഞാൻ മരണപ്പെടും, ഞാൻ വെടികൊണ്ട് മരണപ്പെടുമെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കതൊരു വിഷയമല്ല, ഞാൻ മുന്നിലേക്ക് പോകാം എന്ന് പറഞ്ഞാണ് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ അകത്തേക്ക് കയറി ചെല്ലുന്നത്. എന്നിട്ടാണ് അദ്ദേഹം വെടികൊണ്ട് വീരമൃത്യു വരിക്കുന്നത്. അപ്പോൾ അത്ര കൊണച്ച സർക്കാരായിരുന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ സർക്കാർ എങ്ങനത്തെ സർക്കാരാണ്? നീയൊക്കെ നെഞ്ചത്ത് തൊട്ട് പറയടാ. നിനക്കൊക്കെ ഇവിടെ ഇരുന്ന് രോദിക്കേണ്ടി വരുന്നുണ്ടല്ലോ, അയ്യോ എന്ന് രോദിക്കേണ്ടി വരുന്നുണ്ടല്ലോ. ഇത് നടക്കാത്തതിൻ്റെ രോദനമാണോ എന്ന് കൃത്യമായിട്ട് ഇവിടെയുള്ള നാട്ടുകാർക്ക് സംശയമുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, നാട്ടുകാർക്ക് അതിൻ്റെ സംശയം വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇവന്മാരുടെ മതബോധത്തിൻ്റെ ഒരു ഭീകരതയാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. അത് ന്യായീകരണത്തിലൂടെ പുറത്തു വരുന്നത്. ഒരു രാജ്യം ആക്രമണത്തിൽ വിഷമിച്ച് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ആ രാജ്യത്തെ സർക്കാർ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം മുഴുവനും ചെയ്തു, അങ്ങനെ ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, ഭീകരവാദികളെല്ലാം തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഭീകരാക്രമണം ഒരെണ്ണം ഉണ്ടാകുന്നു രാജ്യത്ത്. അങ്ങനെ ഭീകരാക്രമണം ഒരെണ്ണം ഉണ്ടായപ്പോൾ ആ ഭീകരവാദികളെ ന്യായീകരിക്കാനും സർക്കാരിനെ ഇകഴ്ത്തി കാണിക്കാനും ഇവർ പല പരിപാടികളും ചെയ്തു. സർക്കാരിനെ ഇകഴ്ത്തുന്നതിൽ ഒരു കുഴപ്പമില്ല, ഞാൻ ഇപ്പോഴും പറയും സർക്കാരിനെ ഇകഴ്ത്തുന്നതിൽ കുഴപ്പമില്ല, സർക്കാരിനെ ഇകഴ്ത്തണം. നരേന്ദ്രമോദിയുടെ മൂക്കിൻ്റെ തുമ്പത്താണ് ഈ സ്ഫോടനം നടന്നതെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം നമ്മൾ ഒരു സ്ഫോടനം പോലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സർക്കാരിനെ ഇകഴ്ത്തുമ്പോഴും ആ സർക്കാർ ഇത്രയും നാൾ ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മളെടുത്ത് പരിശോധിക്കുകയും വേണം. ഇതിനു മുമ്പത്തെ സർക്കാർ എന്ത് ചെയ്തു എന്നുള്ള പ്രവർത്തനങ്ങൾ നമ്മളെടുത്ത് പരിശോധിക്കണം. വേണ്ടേ? കോൺഗ്രസ് എന്ത് ചെയ്തു വല്ല ഉണ്ടാ പറയാം? എന്ത് ചെയ്തു? ചിദംബരം വന്നിൽ നിന്ന് എന്താണ് പറഞ്ഞത്? മുംബൈ ഭീകരാക്രമണം നടന്നപ്പോൾ നമ്മൾ തിരിച്ചടിക്കാൻ പോയതാണ്, അപ്പോൾ അമേരിക്ക പറഞ്ഞ് അടിക്കേണ്ടതാണ്, അതുകൊണ്ട് നമ്മൾ അടിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ആ സമയത്ത് അങ്ങനെ ആക്ട് ചെയ്തൊരു സാഹചര്യത്തിൽ നരേന്ദ്രമോദിയല്ല, ഇപ്പം ഞാനായിരുന്നു ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നാലും ഞാൻ പറയും കയറി മെഴുകൂടാ ഗോപാല എന്ന് പറയും, സീരിയസ് ആയിട്ട് അങ്ങനെ പറയും. കാരണം അത്തരത്തിലൊരു വലിയൊരു സുരക്ഷാ വീഴ്ചയാണ് അവിടെ ഉണ്ടായത്. കാരണം സർക്കാരിൻ്റെ കയ്യിൽ ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ല. ഇവിടെ NST റെഡിയായിട്ട് നിൽക്കുന്നു, സൈനികർ റെഡിയായിട്ട് നിൽക്കുന്നു. ഇവിടെ ഉത്തരവ് കുറേ, എന്തുത്തരവ്, ഏതുത്തരവ്? ഇസ്രായേൽ വന്ന് പറയുന്നു ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന്. അപ്പോൾ ഇസ്രായേലിനോടും പറയുന്നു അയ്യോ ഇറങ്ങണ്ടാന്ന്, അങ്ങനെ പറയുന്നു. കയ്യിൽ മറ്റേ രാഖിയും കെട്ടിക്കൊണ്ട് വന്ന ഒരുത്തനെ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇത് ഹിന്ദുക്കൾ നടത്തിയ ഭീകരാക്രമണമായിരുന്നേ. കാരണം രാഖിയും കെട്ടിക്കൊണ്ടുവന്ന ഒരുത്തനെ അവസാനം ജീവനോടെ പിടിച്ചു, അല്ലെങ്കിൽ മുഴുവൻ ആൾക്കാരെയും കൊന്നുകളഞ്ഞെങ്കിൽ രാഖിയും കെട്ടി ഒരുത്തൻ കിടക്കുന്നു, നോക്കുമ്പോൾ അയ്യോ ഹിന്ദു ഭീകരാക്രമണം എന്ന് പറഞ്ഞേന്. അപ്പോൾ അതായിരുന്നു പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും ഓർമ്മിപ്പിക്കരുത് ദേവി, ഇത് അങ്ങ് ഇതെന്ന് പറയാണ്. ഇനി അടുത്തതായിട്ട് പുള്ളി പറയുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് അൺഫോൾഡ് ആയിട്ടില്ല. നമ്മുടെ സുജിംസ് പറയുകയാണ് ഈ എന്താണ് സംഭവിച്ചതെന്ന് അൺഫോൾഡ് ആയിട്ട്. നമുക്കൊക്കെ കാര്യങ്ങളൊക്കെ അൺഫോൾഡ് ആയല്ലോ, നിനക്കെന്ത് അൺഫോൾഡ് ആയില്ലേ? അതാണ് ചോദിക്കാനുള്ളത്. നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അൺഫോൾഡ് ആയിട്ടുണ്ട്, മാധ്യമങ്ങളിലൂടെ തന്നെയാണ് അൺഫോൾഡ് ആയിട്ടുള്ളത്. പക്ഷേ ഇയാൾ പറയുന്നത് മാധ്യമങ്ങൾ എന്തൊക്കെയോ പറയുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിൽ മാധ്യമങ്ങൾ പറഞ്ഞതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങിയിരുന്നല്ലോ, ഇപ്പം എന്തൊക്കെയോ മാധ്യമങ്ങൾ പറയുന്നു, ഒന്നും അൺഫോൾഡ് ആയിട്ടില്ല. അൺഫോൾഡ് ആവട്ടെ, ഇനി കുറ്റം തെളിയിച്ച് ശിക്ഷിക്കപ്പെടട്ടെ, തൂക്കുകയർ കൊടുക്കട്ടെ, അപ്പം നമുക്ക് പറയാം ശിക്ഷിച്ചല്ലോ എന്ന് പറയാം. അതാണ് ഇവന്മാരുടെ ലൈൻ എന്ന് പറയുന്നത്. അതായത് ഈ ന്യായീകരിക്കുമ്പോൾ ഇവിടെ പൊതുജനങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ഭീകരാക്രമണം നടക്കുന്നു, ആ ഭീകരവാദികളെയും ആ സംഭവത്തെയും ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ച് ന്യായീകരിക്കുകയാണ്. അങ്ങനെ പൊതിഞ്ഞു പിടിച്ച് ന്യായീകരിക്കുമ്പോൾ ഇവരുടെ മതബോധത്തിൻ്റെ ഒരു ഭീകരത ഉണ്ടല്ലോ, എത്രത്തോളമാണ് അതുള്ളതെന്ന് അത് നാട്ടുകാരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് കാറിനുള്ളിൽ ബോംബായിരുന്നു,
ആരായിരുന്നു അകത്തുണ്ടായിരുന്നത് ഒന്നും പുറത്തു വന്നിട്ടില്ല. വിവരങ്ങളൊക്കെ മീഡിയ റിപ്പോർട്ട്സ് വഴിയാണ് കേട്ടോ വരുന്നത്. മീഡിയ റിപ്പോർട്ട്സ് ഏത് ഗോദി മീഡിയ, ആ മീഡിയ റിപ്പോർട്ട്സ് വഴിയാണ് വിവരങ്ങളൊക്കെ വരുന്നത് എന്നിങ്ങനെ എടുത്തു പറയാണ്. മീഡിയ റിപ്പോർട്ട്സ് വഴിയാണ് വരുന്നത് എന്നിങ്ങനെ എടുത്തു പറയാണ്. കാറിനുള്ളിൽ ബോംബായിരുന്നോ? അറിയില്ല. ആരായിരുന്നു ഉണ്ടായിരുന്നത്? ഉമർ നബി എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു കാറിനുള്ളിൽ ഉണ്ടായിരുന്നത്. CCTV ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അവൻ 2 മണിക്കൂർ മുമ്പേ അവിടെ വന്ന് കറങ്ങുന്ന ദൃശ്യങ്ങളെല്ലാം മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതൊന്നും സാറ് കണ്ടില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായിരുന്നാലും വണ്ടിയിലുണ്ടായിരുന്നത് അൽ ഫലയിലെ ഡോക്ടറാണെന്നാണ് പറയുന്നത്. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കി കളഞ്ഞല്ലോ. പോരാത്തതിന് പറയുന്നത് ആ വീക്കിൽ 9 പേരെ അറസ്റ്റ് ചെയ്തു. 9 പേരെ അറസ്റ്റ് ചെയ്തു? ഈ ഡോക്ടർമാരടക്കമുള്ളവന്മാരെ 9 പേരെ അറസ്റ്റ് ചെയ്തു ഈ വീക്കിൽ. ഫരീദാബാദ് അടക്കമുള്ള അതിൽ 8 പേര് പഹൽഗാമിൽ നിന്നും പുൽവാമയിൽ നിന്നൊക്കെ ഉള്ളവരാണ്. അപ്പോൾ 9 പേരെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞ ശേഷം ഇവൻ അടുത്ത പറയുന്നത്, മാധ്യമങ്ങൾ പറയുന്നതാണ് കേട്ടോ 9 പേരെ അറസ്റ്റ് ചെയ്തു എന്ന്, എനിക്കറിയില്ല. അങ്ങനെ പറയുന്നു. മാധ്യമങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇവർ സ്ലീപ്പർ സെല്ലുകളാണ്. ഇനി അടുത്ത ന്യായീകരണമാണ് ബെസ്റ്റ് ന്യായീകരണം എന്ന് പറയുന്നത്. സ്ലീപ്പർ സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇവർ ടെററിസ്റ്റുകളല്ല. ടെററിസം ഇനി ഭാവിയിൽ ചെയ്തേക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ സർക്കാർ പിടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരാണ് സ്ലീപ്പർ സെല്ലുകൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്ലീപ്പർ സെല്ലായിരിക്കുമല്ലോ. സർക്കാർ നിങ്ങളെ പിടിച്ചുകൊണ്ട് പോയി അങ്ങനെ പറയാനായിട്ട് സാധിക്കില്ല. അതായത് ടെററിസം ഭാവിയിൽ ചെയ്തേക്കാം, ഇങ്ങനെ ഭീകരന്മാരിൽ നിന്ന് ന്യായീകരിക്കുകയാണല്ലോ. അപ്പോൾ നിങ്ങൾ ടെററിസ്റ്റുകളല്ല, അപ്പോൾ നിങ്ങളെ സ്ലീപ്പർ സെല്ലുകൾ എന്ന് വിളിക്കട്ടെ. അയ്യോ അത് പറ്റൂല എന്നായിരിക്കും ഉമ്മാൻ്റെ അടുത്ത മറുപടി എന്ന് പറയുന്നത്. എന്താണ് ഈ സ്ലീപ്പർ സെൽസ്? ഈ സ്ലീപ്പർ സെൽസ് ടെററിസ്റ്റുകളല്ല എന്നാണ് പറയുന്നത്. ടെററിസ്റ്റുകളല്ല, ടെററിസം ഭാവി ചെയ്തേക്കാം എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, രാജ്യം നശിച്ചു എന്നാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇവൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാലും ഇവരിൽ നിന്ന് കിൻഡൽ കണക്കിന് സ്ഫോടക വസ്തു പിടിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. മാധ്യമങ്ങളും പോലീസൊക്കെ എങ്ങനെ പറയുന്നു. പോരാത്തതിന് ഇവർക്ക് ജെയ്ഷെ മുഹമ്മദ് ബന്ധമുണ്ട് എന്ന് വീണ്ടും പോലീസാണ് പറയുന്നത് കേട്ടോ. ഹരിയാന പോലീസ് പറയുന്നു. നമുക്ക് വിശ്വാസമില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. പിന്നെ ഇവരുടെ വീട്ടുകാർ പറയുന്നു ഇവർ പാവങ്ങളാണെന്ന്. വീട്ടുകാർ പറയുന്നത് മാധ്യമങ്ങൾ പറയുന്നു, പോലീസ് പറയുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല. വീട്ടുകാർ പറയുന്നു ഇവർ പാവങ്ങളാണെന്ന്. വീട്ടുകാർ പറയുന്നു കശ്മീർ വിഷയത്തിൽ പോലും എൻ്റെ ഉണ്ണിക്ക് ഒരു സ്റ്റാൻഡ് ഇല്ലായിരുന്നു. എൻ്റെ ഉണ്ണി എത്ര പാവം ഉണ്ണിയായിരുന്നു. ഉണ്ണി ഭയങ്കര പഞ്ചപ്പാവം തങ്ക കട്ടിയായിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത്. വീട്ടുകാരുടെ വിഷമം അയ്യോ സഹിക്കാൻ വയ്യ എന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് ഈ മീഡിയ പറയുന്നത് ഇയാൾ അൽഫല ജീവനക്കാരൻ. എല്ലാം മീഡിയ പറയുന്നു, പോലീസ് പറയുന്നു. പക്ഷേ വീട്ടുകാരുടെ വിഷയം വന്നപ്പോൾ മാത്രം ആ വീട്ടുകാർ പറയുന്നു. അല്ലാതെ മീഡിയ വീട്ടുകാരെ കൊണ്ട് പറയിക്കുന്നു എന്നൊന്നും പറയുന്നില്ല, വീട്ടുകാർ പറയുന്നു എന്നുള്ള രീതിയിലോട്ട് കാര്യങ്ങൾ മാറി. ഇനി ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് അവരെ പഠിപ്പിച്ചത്, ഒരു തരത്തിലും രാഷ്ട്രീയ ചായ്വില്ല. എങ്ങനെയാണ് ലിങ്ക് ചെയ്തതെന്നാണ് അവർ ചോദിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഇതൊക്കെ ലിങ്ക് ചെയ്തത്? യവനും അവരുമായിട്ട് എങ്ങനെയാണ് ലിങ്ക് ചെയ്തതെന്നാണോ അല്ലെങ്കിൽ സർക്കാർ യവന്മാരെ കൊണ്ട് ലിങ്ക് ചെയ്തതാണോ എന്നൊക്കെ രീതിയിൽ അങ്ങ് തട്ടി വിടുകയാണ്. ഇനി അടുത്തതായിട്ട് ഒരു തരത്തിലും കൺക്ലൂസീവായിട്ടുള്ളൊരു എവിഡൻസ് നമുക്ക് ലഭ്യമല്ല. ഒരു തരത്തിലും കൺക്ലൂസീവായിട്ടുള്ള എവിഡൻസ് ലഭ്യമല്ല. CCTVയിൽ 2 മണിക്കൂർ മുമ്പേ അയാൾ അവിടെ വന്നിട്ടുണ്ടെന്ന് വീണ്ടും മാധ്യമങ്ങൾ പറയുന്നു. CCTVയിൽ വന്നിട്ടുണ്ടെന്ന്. മാധ്യമങ്ങൾ പറയുന്നു. അല്ലെങ്കിൽ വേറെ പഹൽഗാമിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മാധ്യമങ്ങളൊന്നും പറയണ്ടായിരുന്നല്ലോ. ട്വിറ്റർ ഹാൻഡിൽ ഒരു ട്വീറ്റ് വന്നാൽ അതെടുത്തിട്ട് പറയുമായിരുന്നല്ലോ. ട്വിറ്ററിലൊക്കെ ഭയങ്കര ബഹളമാണ് കേട്ടോ. ജെൻസി പിള്ളേർ തെരുവിലിറങ്ങി കേട്ടോ എന്നൊക്കെ പറയുന്ന ടീമാണ്. ഇത് സുരക്ഷാ വീഴ്ചയാണ്. അടുത്ത ലൈനിലോട്ടെത്തി. ഇത് സുരക്ഷാ വീഴ്ചയാണ്, ഒരു സംശയവും വേണ്ട. മലയാളം ചാനലിൽ ഇരുന്ന് ഒരു ആങ്കർ പറയുകയാണ്. അതാണ് ഇനി അടുത്താണ് ഏറ്റവും വിറ്റ്. മലയാളം ചാനലിലിരുന്ന് ഒരു ആങ്കർ പറയുകയാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടില്ല, അത് അരുൺകുമാർ ആയിരിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ മലയാളം ചാനലിൽ നിന്ന് ആങ്കർ പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ കാണും ഈ പൊട്ടൻഷ്യൽ ജിഹാദികൾ അല്ലെങ്കിൽ സ്ലീപ്പർ സെല്ലുകൾ എന്നാണ് മലയാളം ചാനലിൽ നിന്ന് ഒരു ആങ്കർ പറയുന്നത്. ഡോക്ടർമാർ മാധ്യമപ്രവർത്തകരുടെ രൂപത്തിൽ അവർ വരൂ എന്ന് പറഞ്ഞപ്പോൾ അപ്പുറത്തിരുന്ന വേട്ടാവളി, നേരെ ഇരിക്കുന്ന അടുപ്പൂട്ടിൻ്റെ നേരെ ഇരിക്കുന്ന വേട്ടാവളി മാധ്യമപ്രവർത്തകരോ എന്നുള്ള രീതിയിലൊന്ന് പതുങ്ങുന്നതും കണ്ടു. മാധ്യമപ്രവർത്തകരുടെ രൂപത്തിൽ എന്താണ് ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നൊരു ആങ്കറിൽ നിന്ന് അങ്ങ് പ്രസംഗിക്കുകയാണ് എന്ന് അജിംസ് പറയുകയാണ്. അപ്പോൾ മനസ്സിലായല്ലോ, ഇവിടെയുള്ള മാധ്യമപ്രവർത്തകർ ഏറ്റവും വലിയ മോദി വിരുദ്ധരായിട്ടുള്ള മാധ്യമപ്രവർത്തകരാണ് ഇവിടെ ഉള്ളത്. അവർ പോലും പറയുകയാണ് മാധ്യമപ്രവർത്തകരുടെ രൂപത്തിൽ ഭീകരവാദികൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമെന്ന്. അപ്പോൾ അത് അവർക്ക് പോലും മനസ്സിലായി. മോദി വിരുദ്ധ മാധ്യമപ്രവർത്തകരാണ്, അവർക്ക് പോലും കാര്യം കൃത്യമായിട്ട് മനസ്സിലായി. ഇനി അടുത്തതായിട്ട് അജിംസ് പറയുന്നത് ഇത് സമൂഹത്തിൽ എന്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തൊട്ടപ്പുറത്തിരിക്കുന്ന പറയും പിന്നെ വിഭജനം ഉണ്ടാക്കും, ഭയങ്കരമായിട്ട് വിഭജനം ഉണ്ടാക്കുക. അയ്യോ വിഭജനം ഉണ്ടാക്കുക അറിഞ്ഞുകൂടാത്ത ടീമുകൾ. അപ്പോൾ ഭയങ്കര വിഭജനമാണ് ഇതുണ്ടാക്കുന്നത്. ഈ വിഭജനം ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ BJPയുടെ ഒരു IT സെല്ലിൽ ഒരാൾ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്, യവന്മാർക്ക് വീട് വാടകയ്ക്ക് കൊടുക്കരുത്, യവന്മാർക്ക് വണ്ടി വിൽക്കരുത്. കാരണം യവന്മാർക്ക് വണ്ടി വിറ്റ് കഴിഞ്ഞാൽ നാളെ യവന്മാർ ഇതുകൊണ്ട് വല്ല ഭീകരവാദവും നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് എന്ന് BJPയിൽ IT സെല്ലിലെ ഒരാൾ പറയുകയാണ്. ഇതൊക്കെ നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് എൻ്റെ ഈശ്വര പോണത് എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ് വലിയ വിഭജനം നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കും എന്നുള്ളതാണ്. ഇത്രയും ന്യായീകരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി ഞാൻ എൻ്റെ ടേക്ക് പറയാം. ഭീകരവാദം നടന്നു.
ആ ഭീകരവാദത്തെ എന്താണ് തള്ളിപ്പറയണം. ആ ഭീകരവാദത്തെ തള്ളിപ്പറഞ്ഞ് ആ ഭീകരവാദികളെ സമ്പൂർണ്ണമായിട്ട് തള്ളിപ്പറയണം. തള്ളിപ്പറഞ്ഞതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത്? ആ ഭീകരവാദികളെ എന്താണ് ഇത്തരത്തിൽ ലിങ്ക് ചെയ്യിച്ച എന്താണ് കാര്യം, അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടിയെടുക്കണം എന്ന രീതിയിലല്ലേ നമ്മുടെ രാജ്യത്തിന് ഗുണം വരണം എന്ന് ചിന്തിക്കുന്ന ഒരു മാധ്യമം സംസാരിക്കുക. അപ്പോൾ ഇവിടെ ആരാണ് വിഭജനം ഉണ്ടാക്കുന്നത്? അതായത് ഇങ്ങനെ ഈ മാധ്യമം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കാണുന്ന അത്രയും ആൾക്കാർ എന്തു ചെയ്യും? ശരിയാണ്, അവരങ്ങനെ പറഞ്ഞു, ഇനിയൊരു അന്വേഷണം വരട്ടെ, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയല്ലേ എന്ന് ചിന്തിക്കും. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് കാര്യങ്ങളെ ട്വിസ്റ്റ് ചെയ്യുകയാണ്. സർക്കാരിൻ്റെ ഭീകരാക്രമണമാണോ, ഇത് ബീഹാറിൽ നടക്കുന്നതിൻ്റെ ബാക്കി പത്രമാണോ, അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ടോ മാധ്യമങ്ങൾ പറയുന്നതല്ലേ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇവരെ കാണുന്ന പ്രേക്ഷകർ എന്താണ് വിചാരിക്കുന്നത്? ഇവരെ കാണുന്ന പ്രേക്ഷകർ വിചാരിക്കുന്നത്, ഓ അപ്പോൾ ഇത് സർക്കാരിൻ്റെ സ്പോൺസേഡ് ഭീകരാക്രമണമാണല്ലേ, ഓ അത് ശരി എന്നൊക്കെ അവർ വിചാരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ എവിടെയാണ് വിഭജനം ഉണ്ടാകുന്നത്? ആരാണ് ഈ വിഭജനം ഉണ്ടാക്കുന്നത്? അതായത് രാജ്യത്തിനോടൊപ്പം ചേർന്ന് ചിന്തിക്കേണ്ട ഒരു ജനസമൂഹത്തെ അതങ്ങനെയല്ല, ഇത് സർക്കാരിൻ്റെ സ്പോൺസേഡ് ഭീകരാക്രമണമാണെന്ന വിഷം കുത്തിവെച്ച് അവരെ എന്ത് ചെയ്യുന്നു? അവരെ പിന്തിരിപ്പിക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നു. അപ്പോൾ അതല്ലേ വിഭജനം? അതാണല്ലോ യഥാർത്ഥത്തിൽ വിഭജനം. എന്നിട്ട് പറയുകയാണ് ബീഹാറിൽ ഇതെങ്ങനെ ബാധിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല, ബീഹാറിൽ ഭയങ്കരമായിട്ട് ബാധിക്കുമായിരിക്കും എന്നൊക്കെ പറയുകയാണ്. പിന്നെ അപ്പുറത്തിരിക്കുന്ന നിഷാദ് എന്ന് പറയുന്ന വേട്ടാവളിയൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പഴയ ബോംബ് തന്നെ. BJP കാലത്ത് സുരക്ഷാ വീഴ്ച ഉണ്ടായാൽ അതിദേശീയത വിളമ്പും, എന്നാൽ കോൺഗ്രസ് കാലത്തുണ്ടായാൽ എന്താണ് ഇവർ ചെയ്യുന്നത്? അതിനെ ചോദ്യം ചെയ്യും. ഇവിടുത്തെ മാധ്യമങ്ങൾ അതിനെ ചോദ്യം ചെയ്യും. പക്ഷേ മാധ്യമങ്ങൾ BJP സുരക്ഷാ വീഴ്ച ഉണ്ടാക്കിയാൽ ചോദ്യം ചെയ്യില്ല. അതിൻ്റെ മറുപടി ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് കാലത്ത് എന്തായിരുന്നു മുംബൈ ടെറർ അറ്റാക്കിൽ നടന്നതെന്ന്. BJP കാലത്ത് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരന്മാരുടെ അടുത്ത് ചോദിച്ചാൽ പറയും. കഴിഞ്ഞ ദിവസം ഞാൻ ഇത് പറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഒരു കൂട്ടുകാരൻ എന്നോട് ചോദിക്കുകയാണ്, മോദി ഇറങ്ങുമോ 3ാമത്തെ ടേം കഴിയുമ്പോൾ? ഞാൻ പറഞ്ഞു ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ വായിൽ നിന്നൊരു വാക്ക് വന്നു, അയ്യോ എന്നാണ് അവൻ്റെ വായിൽ നിന്നൊരു വാക്ക് വന്നു. അതിൽ തന്നെ എല്ലാം ഉണ്ട്. എന്തായാലും അത് കഴിഞ്ഞ് പറയുന്നത്, പെഹൽഗാം എന്തുകൊണ്ട് നടന്നു, ഇതിനൊരു തടയിടാൻ പറ്റുന്നില്ലേ, പുൽവാമയ്ക്ക് ആര് ഉത്തരം പറയും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. തടയിടാൻ പറ്റും. തടയിടാനായിട്ട് ശ്രമിക്കുമ്പോൾ നിന്നെപ്പോലുള്ള വേട്ടാവളിയന്മാർ മീഡിയയിലൂടെ വിളിച്ചു പറയണം, അയ്യോ ഞങ്ങളെ ആക്രമിക്കുന്നേ എന്ന് വിളിച്ചു പറയുകയാണ്. അതുകൊണ്ടാണ് മിണ്ടായിരിക്കുന്നത്. ചൈന തടയിട്ടിട്ടുണ്ട്. എങ്ങനെയെന്ന് അറിയാമോ? ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ അത് മനസ്സിലാവും. അവിടെ ഉയ്ഗുർ വിഭാഗക്കാരുണ്ടല്ലോ, അവന്മാരെ എന്താണ് ചൈന ചെയ്യുന്നത് എന്ന് ഒന്ന് നോക്കിയാൽ മതി. പക്ഷേ നമുക്കതുപോലെ ചെയ്യാൻ പറ്റൂല. നമ്മൾ നിയമപരമായിട്ടാണ് എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് പോകുന്നത്. അതിനകത്ത് പോലും കിടന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കണം, ഇങ്ങനെ അയ്യോ അയ്യോ എന്ന് കിടന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കണം ഇവനെ പോലുള്ളവന്മാരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ സംഭവങ്ങളൊന്നും തടയിടാൻ പറ്റാത്തത് എന്നുള്ളത് വേറൊരു കാര്യം. ഭീകരവാദം എല്ലായിടത്തും നടക്കുന്നുണ്ട്, നടക്കുകയും ചെയ്യും. യൂറോപ്പിലെടുത്ത് നോക്കിയോ, യൂറോപ്പിൽ പാരീസ് ആയിക്കൊള്ളട്ടെ, യൂറോപ്പിൽ ജർമ്മനി ആയിക്കൊള്ളട്ടെ, യൂറോപ്പിൽ ഇറ്റലി ആയിക്കൊള്ളട്ടെ, ലണ്ടനൊക്കെ ചൂട് കാടാവാൻ പോവുകയാണ്. അങ്ങനത്തെ രീതിയിലാണ് അവിടെ ഭീകരാക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പലതും നടക്കും. അങ്ങനത്തെ സാഹചര്യത്തിൽ ഇതുപോലെ അടുപ്പ് കൂട്ടി വന്നിരുന്ന് ഇവന്മാരെന്ത് ചെയ്യും? ഭീകരവാദികളെ ഇങ്ങനെ വെളുപ്പിച്ചുകൊണ്ടിരിക്കും. ഇതിനും ഒരു അന്ത്യമില്ല എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. അപ്പോൾ ശരി.